والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, അതേപോലെ ഈ നാട്ടുകാരെ, ഞാൻ അല്പസമയം സംസാരിച്ചുകൊണ്ട് എന്റെ പ്രസംഗത്തെ നിർത്താം. അല്ലാഹു തആല തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള നാട്ടുകാരെ, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലയകുൻ വൈഫഹു. ആരെങ്കിലും ഒരുത്തൻ അല്ലാഹുവിനെ കൊണ്ടും അന്ത്യ ദിവസത്തിന്റെ കൊണ്ടും വിശ്വസിക്കുകയാണെങ്കിൽ അവൻ അതിഥിയെ ബഹുമാനിക്കട്ടെ എന്ന് ആദരവായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന്റെ മുസ്ലിം ജനങ്ങളോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അതിഥി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ, നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല നിങ്ങളുടെ അങ്ങാടിയിലേക്ക് ഒരു അതിഥി വന്നാൽ ആ അതിഥിയെ നിങ്ങൾ സ്വീകരിക്കണം, സൽക്കരിക്കണം. അവർക്ക് എന്തെല്ലാം വേണ്ടത് അതെല്ലാം ചെയ്തു കൊടുക്കണം. അതുകൊണ്ടാണല്ലോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് അബൂ ഇബ്രാഹിം എന്ന പേര് വരാൻ കാരണം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരെങ്കിലും ഒരുത്തൻ വന്നാൽ ഒന്നിച്ച് കഴിക്കാൻ വേണ്ടി മനുഷ്യന്മാരെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് അബൂ ഇബ്രാഹിം പേര് വരാൻ കാരണം. അത് മാത്രമല്ല, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിക്ക് രോഗം ബാധിച്ച് നാട്ടുകാരും അനുയായികളും പോലും അടുക്കാത്ത സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും അയ്യൂബ് നബി അലൈഹിസ്സലാമും നാട്ടിലേക്ക് യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോകുന്ന സമയത്തിലാണ് ഒരു വീട്ടുകാർ അവരെ താമസിക്കാൻ വേണ്ടി ചെന്നു. ആ വീട്ടുകാർ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ദുർഗന്ധമായ രോഗം വന്നാലും അതെല്ലാം അവർ സഹിച്ചുകൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഏർപ്പാടുകൾ ഏർപ്പെടുത്തി. ഇതാണ് സഹോദരന്മാരെ അതിഥി സൽക്കാരം എന്ന് പറഞ്ഞാൽ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ പുറത്തിറങ്ങുകയാണ്. അങ്ങനെ